അറബ് നാട്ടിലെ രാജാക്കന്മാരെക്കാൾ കൂടുതൽ സമ്പത്തുള്ള മറ്റൊരു രാജാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അത്തരമൊരു രാജാവാണ് മഹാവാജിറ ലോങ്കോൺ എന്നത്. നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നനായിട്ടുള്ള രാജാവിന്റെ ആഡംബര ജീവിത കഥയാണ്. സോ സമയം കളയാതെ നേരെ നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം. നിലവിലെ തായ്ലാൻഡിലെ രാജാവാണ്, ക്രൗൺ പ്രിൻസ് ആണ് നമ്മൾ ഈ പറഞ്ഞ 66 വയസ്സ് പ്രായമുള്ള മഹാവാജിറ ലോങ്കോൺ എന്നത്. 2016 തന്റെ പിതാവായിട്ടുള്ള ഭൂമിബോൾ അതുല്യ തേജിന്റെ മരണശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ വാജിറ ലോങ്കോൺ തായ്ലാൻഡിലെ 10ാമത്തെ രാജാവായിക്കൊണ്ട് അധികാരമേൽക്കുന്നത്. 10ാമത്തെ രാജാവായതിനാൽ തന്നെ ഇദ്ദേഹത്തിന് രാമ10ാമൻ എന്ന വിളിപ്പേരിലും പൊതുവെ അറിയപ്പെടുന്നുണ്ട്. എന്തൊക്കെയായാലും ഇന്നത്തെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 43 ബില്യൺ US$, അതായത് 3,70,000 കോടി രൂപയോളമാണ്. നിലവിലെ ഇദ്ദേഹത്തെ നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള രാജാക്കന്മാരുടെ പട്ടികയിൽ ആദ്യ സ്ഥാനത്തു തന്നെ കാണാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത്രയും അധികം സമ്പത്തുണ്ടായതെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ 30% ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ സമ്പത്തിൽ നിന്ന് തന്നെയാണ്. അതുകൂടാതെ തന്നെ തായ്ലാന്റ് എന്ന രാജ്യത്തിലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിലുള്ള വലിയ നിക്ഷേപം, അതുപോലെ തന്നെ SCG എന്ന രാജ്യത്തെ ഏറ്റവും വലിയ സിമന്റ് കമ്പനിയിലും ബാങ്കുകളിലുമൊക്കെയുള്ള കോടികൾ മൂല്യമുള്ള ഓഹരികൾ, ഇനി ഈ പറഞ്ഞതൊന്നും കൂടാതെ തന്നെ രാജ്യത്തിന് പുറത്തുമുള്ള പല നിക്ഷേപങ്ങളും ഒക്കെയാണ് ഇത്തരത്തിൽ തന്നെ ഈ ഒരു രാജാവിനെ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പത്തുള്ള രാജാവാക്കി മാറ്റിയത്. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ ആഡംബര ജീവിതത്തിലേക്ക് കൂടുതലൊന്ന് നോക്കുകയാണെങ്കിൽ, അതിൽ തന്നെ ആദ്യം വരുന്നത് ഇദ്ദേഹത്തിന്റെ കിരീടവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ പറഞ്ഞ രാജാവിന്റെ തലപ്പാവ് കിരീടത്തിലുള്ളത് 545 കാരറ്റ് സ്വർണത്താൽ നിർമ്മിച്ചെടുത്ത ഒരു തവിട്ട് നിറത്തിലുള്ള വജ്രമാണ്. ഏകദേശം ഈ ഒരു വജ്രത്തിന്റെ വില എന്നത് 98 കോടി രൂപക്ക് മുകളിൽ വില മതിക്കുന്ന ഒന്നാണ്. ഇത് കൂടാതെ ഈ ഒരു വജ്രം എന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും വിലയേറിയിട്ടുള്ളതുമായിട്ടുള്ള ഒരു വജ്രം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ കാറുകൾ തന്നെയാണ്. ഇത്രയേറെ സമ്പത്തുള്ള രാജാവാണെങ്കിലും ഇദ്ദേഹത്തിന്റെ കാർ ശേഖരം എന്ന് പറയുന്നത് അത്ര ചെറുതൊന്നുമല്ല. 300-ലധികം വരുന്ന ലോകത്ത് വളരെയേറെ വില കൂടിയതും അപൂർവമായി കണ്ടുവരുന്ന പല കാറുകളും ഇന്ന് ഇദ്ദേഹത്തിന്റെ ഈ ഒരു ശേഖരത്തിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇദ്ദേഹം അധികവും ഉപയോഗിക്കാറുള്ളത് ഇദ്ദേഹത്തിന്റെ സ്വർണം പൂശിയ ഇത്തരമൊരു റോൾസ് റോയ്സ് കാറാണ്. ഇതിന്റെ ഒരു വില എത്രയെന്ന് കൃത്യമായിട്ട് അദ്ദേഹം പുറത്തു വിട്ടിട്ടില്ല. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ ബാർജുകൾ അഥവാ ഇത്തരം ബോട്ടുകളാണ്. 52-ലധികം വരുന്ന സ്വർണത്താൽ നിർമ്മിതമായിട്ടുള്ള ഇത്തരം ബാർജുകൾ ഇന്ന് ഈ ഒരു രാജാവിനുണ്ട്. അധികവും ഇത് ഉപയോഗിക്കാറുള്ളത് രാജവാഴ്ചയുടെ സമയത്തും അതുപോലെ തന്നെ വർഷം തോറും ഇവർ നടത്തി വരുന്ന നദീതട യാത്രകൾക്കും വേണ്ടിയിട്ടാണ്. ഇത്തരമൊരു സ്വർണ്ണ ബോട്ടുകൾ എന്നത് ഇദ്ദേഹത്തിന്റെ ശേഖരത്തിൽ തന്നെ ഒരു അതിശയിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നത് ഇദ്ദേഹത്തിന്റെ പ്രൈവറ്റ് ജെറ്റുകളാണ്. സ്വർണത്താൽ അലങ്കരിച്ച വളരെയേറെ ആഡംബരങ്ങൾ കൊണ്ട് നിറച്ച ധാരാളം ബോയിങ് എയർബസ് വിമാനങ്ങൾ ഇന്ന് രാജാവായിട്ടുള്ള ഇദ്ദേഹത്തിനുണ്ട്. അതിൽ തന്നെ ഒന്ന് രണ്ടെണ്ണം ഒന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ 21 ഹെലികോപ്റ്ററുകളും വളരെയേറെ വില കൂടിയ 38 ബോയിങ് വിമാനങ്ങളും ഇന്ന് ഇദ്ദേഹത്തിനുണ്ട്. ഇനി ഈ പറഞ്ഞ വിമാനങ്ങളുടെയൊക്കെ അറ്റകുറ്റപ്പണികൾക്കായിട്ടും ഇന്ധനങ്ങൾക്കുമായിട്ടുമൊക്കെ ഇദ്ദേഹം ഓരോ വർഷവും ഇങ്ങനെ ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത് 524 കോടി രൂപക്ക് മുകളിലാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ പറഞ്ഞ രാജാവിന് ഇന്ന് 4 ഭാര്യമാരുണ്ട്. 1970 ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വിവാഹം നടക്കുന്നത്. പിന്നീട് അങ്ങോട്ട് തൊട്ടടുത്ത വർഷമായിട്ടുള്ള 1977 മറ്റൊരു വിവാഹവും, അതുപോലെ 1994 മറ്റൊരു വിവാഹം കൂടി ഇദ്ദേഹം ചെയ്യുകയാണ്. പിന്നീട് അങ്ങനെ 1996 ഈ പറഞ്ഞ 1994 വിവാഹം കഴിച്ച ഇവരെ ചില പ്രശ്നങ്ങൾ കാരണമായിട്ട് ഡിവോഴ്സ് ചെയ്യുകയാണ്. തുടർന്ന് അങ്ങനെ 2001 മറ്റൊരു വിവാഹം കൂടി ഇദ്ദേഹം കഴിക്കുകയാണ്. ഇതൊന്നും കൂടാതെ ഇന്ന് അദ്ദേഹം അവസാനമായിട്ട് വിവാഹം കഴിച്ചത് 2019 ഇവർക്ക് അങ്ങനെ ഇദ്ദേഹം തായ്ലാൻഡിലെ രാജ്ഞി എന്ന പദവിയും നൽകിയിരുന്നു. ഇന്ന് ഇദ്ദേഹവും രാജകുടുംബവും താമസിക്കുന്നത് തായ്ലാൻഡിലെ
ബാക്കോങ്ങിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രാൻഡ് പാലസിലാണ്. ഒരുപാടധികം പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞതാണ് ഇത്തരമൊരു കൊട്ടാരം എന്നത്. ഈ ഒരു കൊട്ടാരത്തിന്റെ കൂടുതൽ ചരിത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 1782 തായ്ലാന്റിൽ രാജവാഴ്ച ആരംഭിച്ച മുതൽക്ക് നിർമ്മിച്ചതാണ് ഈ ഒരു കൊട്ടാരം എന്നത്. ഇതിനാലൊക്കെ തന്നെ ഈ ഒരു കൊട്ടാരത്തിന് ധാരാളം വർഷങ്ങളുടെ പഴക്കമുണ്ട്. സ്വർണത്താൽ കൊത്തുപണികൾ ചെയ്ത് അലങ്കരിച്ച ധാരാളം വസ്തുക്കൾ നമുക്ക് ഇതിനകത്ത് കാണാവുന്നതാണ്. പല രാജാക്കന്മാരും ഇത്തരത്തിൽ മാറി മാറി ഭരിച്ചപ്പോഴും അവരെല്ലാം വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ധാരാളം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഇന്ന് ഈ പറഞ്ഞ കൊട്ടാരം കാണാനായിട്ട് ഓരോ ദിവസവും ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ധാരാളം സഞ്ചാരികൾ എത്തുന്നുണ്ട്. നിലവിൽ ഒരാൾക്ക് ഇത്തരമൊരു കൊട്ടാരം കാണാനുള്ള ടിക്കറ്റിന്റെ വില എന്നത് അവിടത്തെ 500 തായ് ബാത്താണ്. അതായത് നമ്മുടെ നാട്ടിലെ ഏറെക്കുറെയൊക്കെ 1030 രൂപയോളമാണ്. ഓരോ ദിവസവും ഇത്തരത്തിൽ ഈ പറഞ്ഞ ഗ്രാൻഡ് പാലസ് കാണാനായിട്ട് എത്തുന്നത് 22,000 ആളുകളാണ്. ഇതൊന്നും കൂടാതെ തന്നെ തായ്ലാന്റ് എന്ന രാജ്യം നമുക്കറിയാം ട്രാവൽ ചെയ്യാനായിട്ട് യാത്രകൾക്ക് പേര് കേട്ട ഒരു രാജ്യം കൂടിയാണ്. ഇങ്ങനെ ഇത്തരം ടൂറിസ്റ്റിൽ നിന്നായിട്ട് വലിയ രീതിയിലുള്ള പണമാണ് തായ്ലാന്റ് എന്ന നാട്ടിലെ ഗവൺമെന്റിന് ഓരോ വർഷവും ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ തായ്ലാന്റ് രാജകുടുംബത്തിന്റെ മൊത്തം ഒരു സമ്പത്ത് ആസ്തി എന്നത് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും തായ്ലാന്റ് എന്ന രാജ്യത്തിലെ 6560 ഹെക്ടറിലധികം അഥവാ 16,210 ഏക്കറിലധികം വരുന്ന സ്ഥലം, ഭൂമി, അതുപോലെ തന്നെ 40,000-ത്തിലധികം വരുന്ന റെന്റൽ ബിൽഡിങ്ങുകൾ എന്നിങ്ങനെയുള്ള വലിയൊരു റിയൽ എസ്റ്റേറ്റ് സാമ്രാജ്യം തന്നെ ഇന്ന് തായ്ലാന്റ് എന്ന രാജകുടുംബത്തിന് കീഴിലുണ്ട്. തായ്ലാന്റ് എന്ന രാജ്യത്തെ മറ്റൊരു പ്രത്യേകതയാണ് അവിടത്തെ ഭരണ വ്യവസ്ഥ എന്നത്. അതായത് അവിടെ രാജഭരണം രാജവാഴ്ച ഉണ്ടെങ്കിലും അവിടെ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും ഒക്കെയുണ്ട്. അതായത് അവിടെയുള്ള നമ്മൾ ഈ പറഞ്ഞ രാജാവായിട്ടുള്ള മഹാവാജിറ ലോങ്കോന്റെ അധികാരത്തിന് താഴെയാണ് അവിടെയുള്ള പ്രധാനമന്ത്രിയും മറ്റു ഉദ്യോഗസ്ഥരും ഒക്കെ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്ര തലവൻ എന്നത് നമ്മൾ ഈ പറഞ്ഞ രാജാവ് തന്നെയാണ്. 1932 മുതൽ 2007 വരെയുള്ള കാലത്തിൽ തായ്ലാന്റിൽ ആദ്യ സ്ഥാനം എന്നത് പ്രധാനമന്ത്രിക്ക് തന്നെയായിരുന്നു. പിന്നീട് 2007 നടന്ന ചില സൈനിക അട്ടിമറിയെ തുടർന്നാണ് രാജഭരണം രാജവാഴ്ചക്ക് മുൻതൂക്കം നൽകി പ്രധാനമന്ത്രി ഭരണം ഈ പറഞ്ഞ രാജാവിന് കീഴിൽ വന്നത്. ഇന്നത്തെ അവിടുത്തെ തായ്ലാന്റ് പ്രധാനമന്ത്രി എന്നത് പയോങ്കുത്താൻ ഷിനാവത്രിയാണ്. അവിടത്തെ തായ്ലാന്റിലെ ഓരോ പേരുകളാണിത്. 2024 ഇവര് ഇത്തരം പ്രധാനമന്ത്രി ആയിക്കൊണ്ട് അധികാരമേൽക്കുന്നത്. ഇന്ന് തായ്ലാന്റ് എന്നത് സെൻട്രൽ തായ്ലാന്റ്, വെസ്റ്റേൺ തായ്ലാന്റ് എന്നിങ്ങനെ അടങ്ങുന്ന 6 ചെറിയ ദ്വീപുകളാൽ കൊണ്ട് നിറഞ്ഞതാണ്. എന്നിരുന്നാലും ഇവിടെ 7,17,00,000 ആളുകൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഇങ്ങനെ ഈ പറഞ്ഞ തായ്ലാന്റും അതിലെ കാഴ്ചകളും കാണാനായിട്ട് എത്തുന്നത് നിരവധി അനവധി ആളുകളാണ്. 2024 കഴിഞ്ഞ വർഷം മാത്രം ഇത്തരം തായ്ലാന്റ് എന്ന രാജ്യം വിസിറ്റ് ചെയ്തത് 35 മില്യൺ അഥവാ 29 കോടിക്ക് മുകളിൽ വരുന്ന ആളുകളാണ്. അതായത് തായ്ലാന്റിൽ താമസിക്കുന്ന ജനങ്ങളെക്കാൾ 3 ഇരട്ടി ആളുകളാണ് ഓരോ വർഷവും ഈ പറഞ്ഞ രാജ്യം കാണാനായിട്ട് വിസിറ്റ് ചെയ്യാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഈ പറഞ്ഞ രാജാവിന്റെ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ മാറ്റി കാണാം. താങ്ക് യു.